ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പോലത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നേരെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A child starts walking from a point along a straight line path towards the east and reaches a point B, which is 50 meters away. Then he returns to the same path and reaches the point C, which is 30 meters east to the point A. What is the total distance traveled by the child? What is the displacement of the child? ഈ ക്വസ്റ്റ്യൻ വലുത് കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം. ഒരു കുട്ടി എ എന്ന പോയിന്റിൽ നിന്നും കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ച് ബി എന്ന പോയിന്റിലെത്തി, വിച്ച് ഈസ് 50 മീറ്റർ എവേ ഫ്രം ദി എ. എയിൽ നിന്നും, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. എയിൽ നിന്നും ഇതാ ഈസ്റ്റിലോട്ടേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എത്തി. ഇത് എയിൽ നിന്നും 50 മീറ്റർ അകലെയാണ്. അപ്പൊ നോക്കുക, എയിൽ നിന്നും 50 മീറ്റർ അകലെ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 50 മീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? Then he returns through the same path and reaches the point C. ഇതേ വഴിയിലൂടെ തിരിച്ചു വരുന്നു. അതായത് ഇതേ പാത്തിലൂടെ തിരിച്ചു വന്നിട്ട് നോക്കുക, സി എന്ന് പറയുന്ന പോയിന്റിലെത്തി. വിച്ച് ഈസ് 30 മീറ്റർ ഈസ്റ്റ് ടു ദ പോയിന്റ് എ. ഈ സി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? എയിൽ നിന്നും 30 മീറ്റർ ഈസ്റ്റിലാണ്. ഇതാ ഇവിടെ ആയിരിക്കും സി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു കുട്ടി വാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, നടക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എയിൽ നിന്നും 50 മീറ്റർ അകലെയാണ്. അപ്പൊ നമുക്ക് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രന്ന് കിട്ടി? 50 മീറ്റർ കിട്ടി. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അതേ പാത്തിലൂടെ ആ കുട്ടി തിരിച്ചു വന്നിട്ട് സി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഈ സി എന്ന് പറയുന്ന പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 30 മീറ്റർ ഈസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കുക, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ സി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 30 മീറ്റർ ഈസ്റ്റിലാണ്. അപ്പൊ എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 30 മീറ്റർ ആയിരിക്കും. ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ്? ഓക്കെ, കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ് നോക്കടാ. എന്ന് സിയിലേക്കുള്ള ദൂരം 30 ആണെങ്കിൽ ഈ സിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? 50 30 കുറച്ചാൽ ബാക്കി 20 അല്ലേ? സിന്ന് ബിയിലേക്കുള്ളത് 20 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി കുട്ടി സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നോക്കാം, എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു. ഇപ്പൊ എത്ര സഞ്ചരിച്ചു? 50 സഞ്ചരിച്ചു. പ്ലസ് ബിയിൽ നിന്ന് നോക്കടാ, സിയിലേക്ക് എത്തി. അപ്പൊ എത്രയാണ്? 20. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 50 പ്ലസ് 20 വിച്ച് ഈസ് 70 മീറ്റർ. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 70 മീറ്റർ ആയിരിക്കും. ദൂരം നമുക്ക് കിട്ടി 70 മീറ്റർ. എന്ന് നോക്കുക, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ചൈൽഡ്? സ്ഥാനാന്തരം എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ആ ഒരു സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ നേർരേഖ അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയാം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നോക്കുക, എയിൽ നിന്നാണ് കുട്ടി തുടങ്ങിയത്, സിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം എത്രയാണ്? നേർരേഖ അകലം, അത് തന്നെയാണ് 30 മീറ്റർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 30 മീറ്റർ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 70 ആയിരിക്കും. പാത്ത് ഓഫ് ദി ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷന്റെയും ഇടയിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ അകലത്തിനെയാണ്, ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാ. അത് എത്രയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു സെക്ഷൻ പഠിക്കുന്ന സമയത്ത് ഏതാണ് വെക്ടർ ക്വാണ്ടിറ്റി? സ്പീഡ്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന സമയത്ത് നമ്മൾ എന്തും കൂടി പറയണം? ഡയറക്ഷൻ കൂടെ പറയണം. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷെ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല, എന്ത് നോക്കേണ്ട ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, അതിന്റെ ദിശ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് എന്തായിരിക്കും? സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അദിശ അളവും സദിശ അളവും. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഡിസ്റ്റൻസ് ഏതാണ്, ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക.
A stone falling down with uniform acceleration has uniform velocity. ഒരു യൂണിഫോം ആക്സിലറേഷൻ വഴി താഴോട്ടേക്ക് വീഴുന്ന ഒരു കല്ലിന് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, സമത്വരണത്തോടെ താഴേക്ക് വീഴുന്ന ഒരു കല്ലിന് സമപ്രവേഗമായിരിക്കും. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റായിരിക്കോ? തെറ്റായിരിക്കും അല്ലേ? കാരണം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം ആണ്. ത്വരണം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ്? പ്രവേഗത്തിൽ ഉണ്ടായ വ്യത്യാസം, യൂണിറ്റ് സമയത്തിൽ പ്രവേഗത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. പ്രവേഗം അല്ലെങ്കിൽ ഈ വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ത്വരണം ഉണ്ടാവുകയുള്ളൂ. യൂണിഫോം ആക്സിലറേഷൻ, ത്വരണമുള്ള ഒരെണ്ണത്തിന്, ഒരു ഒബ്ജക്റ്റിന് അവിടെ എന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റി ആയിരിക്കൂല. ഓക്കെ, വെലോസിറ്റിയും അവിടെ എന്തുണ്ടാവും? ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? അപ്പം മാത്രമേ അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് അറൌണ്ട് ദ എർത്ത് ഹാസ് നോൺ യൂണിഫോം വെലോസിറ്റി. ഭൂമിയെ ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹം അസമപ്രവേഗത്തിലാണ്. ശരിയാണോ തെറ്റാണോ? അത് ശരിയായിരിക്കും. കാരണം എന്താണ്? അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ചുറ്റുക എന്ന് പറയുമ്പം എന്താണ്? അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തായിരിക്കും? വെലോസിറ്റി യൂണിഫോം ആയിരിക്കില്ല, നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. ഓൾ ഒബ്ജക്ട് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് പ്രോസസ് യൂണിഫോം വെലോസിറ്റി. നേർരേഖാ പാതയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളും സമപ്രവേഗത്തിലായിരിക്കും. ആയിരിക്കുമോ? ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റൂല. കാരണം സ്പീഡ് മാറുന്നുണ്ടാവുമല്ലോ. ഡയറക്ഷൻ മാത്രം സെയിം നേർരേഖയിലൂടെയാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ സ്പീഡ് ചിലപ്പോൾ മാറുന്നുണ്ടാകാം. അപ്പൊ എല്ലാ വസ്തുക്കളും, നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും പ്രവേഗം എന്താ? സമപ്രവേഗമായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അടുത്ത് നോക്കുക. ലൈറ്റ് ട്രാവൽസ് ഇൻ വാക്വം വിത്ത് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. അത് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് അറിയാം അല്ലെ? അപ്പൊ അതെന്തായിരിക്കും? യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഇൻക്രീസസ് ഫ്രം 4 മീറ്റർ പെർ സെക്കൻഡ് to 10 meter per second. The displacement of the body in this time interval is 7 meter. Calculate the acceleration of the body. Find the displacement of the body in 8 seconds. Okay. അതായത് ഒരു വസ്തുവിന്റെ പ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 10 മീറ്റർ പെർ സെക്കൻഡിലാകുന്നു. ഓക്കെ, ഒരു വസ്തുവിന്റെ പ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 10 മീറ്റർ പെർ സെക്കൻഡ് ആകുന്നു. The displacement of the body in this time interval is 7 meter. ഈ സമയ ഇടവേളയിലെ അവിടെ ഉണ്ടാകുന്ന സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നോക്കുക. വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും എത്രയായിട്ട് മാറി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ആദ്യം അതിനുണ്ടായ വെലോസിറ്റി എത്രയാണ്? 4 മീറ്റർ ആയിരുന്നു. അത് 4 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. പിന്നെ അത് എന്തായിട്ട് മാറി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക? യു എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ യു ഇവിടെ എത്രയായിരിക്കും? യു ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, യു ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. പ്രവേഗം എത്രയായിട്ട് മാറി? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ ഫൈനൽ വെലോസിറ്റി ആണ് എത്ര എന്ന് പറഞ്ഞാല് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രന്ന് എഴുതാം? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി. ഈ ഒരു സമയ ഇടവേളകളിൽ അതിനുണ്ടായ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാല്, സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ്? എസ്. ഓക്കെ, അപ്പൊ എസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി എസ് ഇസ് ഈക്വൽ ടു 7 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഒന്നാമത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ത്വരണം അഥവാ ആക്സിലറേഷൻ. ത്വരണം നമ്മൾ എ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എ കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ് നോക്കാം. v is equal to u plus at. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 3 ഇക്വേഷൻസ്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. s is equal to ut plus half into a t square. അടുത്ത് നോക്കുക. v square is equal to u square plus 2as. ഓക്കെ, v square is equal to u square plus 2as. ഈ 3 ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ ഏത് നമ്മൾ യൂസ് ചെയ്യാം? ഏത് നമ്മൾ യൂസ് ചെയ്യണം നോക്കാം. അതിനു മുന്നേ നമ്മുടെ കയ്യിൽ u ഉണ്ട്, v ഉണ്ട്, s ഉണ്ട്,
എ കണ്ടുപിടിക്കണം. അപ്പൊ ഈ 4 കാര്യങ്ങളുമുള്ള ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ നോക്കാം. വി ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, പക്ഷെ ടി ഇല്ല. ടി നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. അടുത്ത് നോക്കുക, ഇതിലും എന്തുണ്ട്? ടി വേണം. ടി നമുക്ക് തന്നിട്ടുണ്ടാ? ഇല്ല. അപ്പൊ ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. ഇവിടെ നോക്കാം, വി ഉണ്ട്, യു ഉണ്ട്, എ ഉണ്ട്, എസ് ഉണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള 3 കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ 4ാമത്തെ കാര്യങ്ങളും. അത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ഇത്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എന്റെ ഇക്വേഷൻ, എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് മാറ്റി എഴുതാം. അപ്പൊ ആദ്യം നോക്കാം, പ്ലസ് യു സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. പ്ലസ് യു സ്ക്വയറിന് ഈക്വൽ ടു ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ എന്താവും? മൈനസ് യു സ്ക്വയർ ആവും. അപ്പൊ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. 2as എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into a into s ആണ് കേട്ടോ. 2as. ഇനി എ മാത്രമേ നമുക്ക് വേണ്ടൂ. ഇൻറ്റു 2s നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇൻറ്റു 2s ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ അത് എന്തായിട്ട് മാറും? മുകളിലുള്ളത് അങ്ങോട്ടേക്ക് വന്നാൽ താഴെയായിട്ട് മാറും. ഇൻറ്റു കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. അപ്പൊ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s ഇസ് ഈക്വൽ ടു എ. അപ്പൊ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s. ഇനി നമുക്കുള്ള കാര്യങ്ങൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? വി എത്രയാണെന്നറിയാം, യു എത്രയാണെന്നറിയാം. വി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. യു എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം വി സ്ക്വയർ എന്ന് പറയുമ്പം 10 സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറയുമ്പം 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 7 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് ചെയ്യുവാണെങ്കിൽ 10 സ്ക്വയർ എത്രയാണ്? 100 മൈനസ് 4 സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 7 ആണ് കേട്ടോ. 2s എന്ന് പറയുമ്പോൾ 2 into 7. ഓക്കെ, 2 into 7 എത്രയാണ്? 40. 100 മൈനസ് 16 എത്ര കിട്ടും? 100 16 പോയാല് 84 ഡിവൈഡഡ് ബൈ 14. ഇത് ചെയ്തു നോക്കാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിട്ട് കിട്ടും? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് ശ്രദ്ധിക്കണം. ആക്സിലറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിട്ട് വരും? 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൻസർ. ഓക്കെ, ത്വരണം നമ്മൾ കണ്ടുപിടിച്ചു. 6 മീറ്റർ പെർ സെക്കൻഡ്. എ ഇസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഇൻ 8 സെക്കൻഡ്. ഓക്കെ, 8ാമത്തെ സെക്കൻഡിൽ അതിനുണ്ടാകുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ടൈമും കൂടെ തന്നു അല്ലെ? എത്രാമത്തെ സെക്കൻഡിലാണ്? 8ാമത്തെ സെക്കൻഡിൽ അതിനുണ്ടാകുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കണം. ഓക്കെ, 8ാമത്തെ സെക്കൻഡിൽ അതിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? അപ്പൊ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. ഇത് യൂസ് ചെയ്യാം. എസ് ഈസ് ഈക്വൽ ടു ut plus half into at square. S is equal to ut plus half into at square. എസിന്റെ തന്നെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. നമുക്ക് ഇത് മാറ്റി എഴുതേണ്ട ഒന്നും ആവശ്യമില്ല. യു എത്രയാണെന്ന് നമുക്കറിയാം, 4 ആണ്. നമ്മൾ നേരത്തെ എഴുതി. യു ഇസ് ഈക്വൽ ടു 4. ഇനി ടി എത്രയാണ്? ടി നമ്മളോട് തന്നിട്ടുണ്ട് 8ാമത്തെ സെക്കൻഡിൽ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടി എത്രയാണ്? 8 ആയിരിക്കും. പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞാല് നമ്മളിപ്പം കണ്ടുപിടിച്ചു. എ എത്രയാണ്? 6 ആണെന്ന് കണ്ടുപിടിച്ചു. ഇൻറ്റു 6 ഇൻറ്റു 8 സ്ക്വയർ. ഇത് ചെയ്യുമ്പം എടാ ഈ ടിക്ക് മാത്രമേ ഈ സ്ക്വയർ ഉള്ളൂ കേട്ടാ. അല്ലാണ്ട് 6 ഇൻറ്റു 8 ഓൾ സ്ക്വയർ ഇങ്ങനെ ഇടാൻ വേണ്ടി പാടില്ല. ഈ 6ന് ഈ സ്ക്വയർ ബാധിക്കുന്നില്ല, ടിക്ക് മാത്രമേ ബാധിക്കുന്നുള്ളൂ കേട്ടോ. ടിക്ക് അതായത് 8ന് മാത്രമേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? സ്ക്വയർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് ചെയ്യാം. 4 ഇൻറ്റു 8 എത്രയാണ്? 4 ഇൻറ്റു 8 32 പ്ലസ് 6ന്റെ പകുതി 3 ഇൻറ്റു 8 സ്ക്വയർ. ഓക്കെ, 8 സ്ക്വയർ എത്രയാണ്? 8 സ്ക്വയർ 3 ഇൻറ്റു 64. ഓക്കെ, ഇത് ചെയ്താല് 32 പ്ലസ് 3 ഇൻറ്റു 64 192 ആണ് ആൻസർ. 192 പ്ലസ് 32 നിങ്ങൾ ചെയ്യാം കേട്ടോ. 224 മീറ്റർ. ഓക്കെ, ഇവിടെ നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്? സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, 8ാമത്തെ സെക്കൻഡിൽ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 224 മീറ്റർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഗ്രാഫ് എന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ,
നോക്കാം. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഗ്രാഫ് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. തന്നിരിക്കുന്ന ക്വസ്റ്റിന് ആൻസർ എഴുതുക. റൈറ്റ് ദ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റഡ് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് ദ വൈ ആക്സിസ് ഓഫ് ദ ഗ്രാഫ്. വൈ ആക്സിസിലും എക്സ് ആക്സിസിലും, അതായത് വൈ അക്ഷത്തിലും എക്സ് അക്ഷത്തിലും ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ചോദിക്കുക. ഏതാണ് ഇത്? ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് അല്ലെ? ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ എന്താ കാണിച്ചിട്ടുള്ളത്? ടൈം കഴിഞ്ഞു. എക്സ് അക്ഷത്തിൽ ഏതാണ് കാണിച്ചിട്ടുള്ളത്? സമയമാണ് കാണിച്ചിട്ടുള്ളത്, ടൈം ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി വൈ നോക്കുക. ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. വൈയിൽ എന്താ കാണിച്ചിട്ടുള്ളത്? വെലോസിറ്റി, പ്രവേഗം. വൈ അക്ഷത്തില് പ്രവേഗവും അതുപോലെ തന്നെ എക്സ് അക്ഷത്തില് സമയവുമാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഏത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് അല്ലെ? പ്രവേഗ സമയ ഗ്രാഫാണ്. അപ്പൊ ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ എന്തായിരിക്കും? സമയമായിരിക്കും, ടൈം ആയിരിക്കും. വൈ ആക്സിസിൽ എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും, പ്രവേഗമായിരിക്കും. അതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ. വാട്ട് ആർ ദ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റഡ് ഓൺ ദ എക്സ് ആൻഡ് വൈ ആക്സിസ്? വൈ അക്ഷത്തിലും എക്സ് അക്ഷത്തിലും ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് കാണിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ നോക്കുക. ദ സ്റ്റേറ്റ്മെന്റ് സേസ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജെക്ട് ഫ്രം പോയിന്റ് എ ടു ബി. ഡു യു എഗ്രി വിത്ത് ദിസ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഒന്നുമില്ല. എയിൽ നിന്നും ബി വരെയുള്ള പോയിന്റ്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ സ്ഥാനാന്തരം ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ കാണിക്കണം. ഓക്കെ, എയിൽ നിന്നും ബി വരെ സ്ഥാനാന്തരം ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതിന് മുന്നേ നോക്കാം. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് അതിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. ഈ ഒരു ചെരിവിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അത് എന്ത് കാണാനാണ്? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇത് നോക്കാം. വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലെ? ഈ ഒരു സെക്ഷനിൽ O to A വരെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുന്നു. വെലോസിറ്റി കൂടിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പം ഇവിടെ എന്താണ്? ആക്സിലറേഷൻ എന്താണ്? സെയിം റേറ്റിലാണ് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. ഇനി എ മുതൽ ബി വരെ നോക്കുക. ഇവിടെ വെലോസിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ഇവിടെ എന്താണ്? വെലോസിറ്റി സെയിം ആണ് അല്ലെ? 50 മീറ്റർ പെർ സെക്കൻഡ്. എ എന്ന് പറയുന്ന പോയിന്റിൽ അതായത് നാലാമത്തെ സെക്കൻഡിലും വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അഞ്ചാമത്തെ സെക്കൻഡിലും വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ എന്താ? വെലോസിറ്റിക്ക് മാറ്റമില്ല. പക്ഷെ ബിയിൽ നിന്നും സിയിലേക്ക് നോക്കുക. വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. വെലോസിറ്റി കുറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതെന്തായിരിക്കും? റിട്ടാർഡേഷൻ ആയിരിക്കും, മന്ദീകരണമായിരിക്കും. ബി എന്ന പോയിന്റിൽ അതായത് എട്ടാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. എട്ടാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ നോക്കുക, പത്താമത്തെ സെക്കൻഡിൽ വെലോസിറ്റി എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്കെ, വെലോസിറ്റി കുറഞ്ഞു. വെലോസിറ്റി കുറയുമ്പോൾ അവിടെ ത്വരണമായിരിക്കൂല, അവിടെ എന്തായിരിക്കും? മന്ദീകരണമായിരിക്കും, റിട്ടാർഡേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫില് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ഒരു ടൈം ഇന്റർവെല്ലിലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് അതിന്റെ അണ്ടറിൽ, ആ ഗ്രാഫിൽ ആ പോയിന്റിന്റെ അണ്ടറിൽ ഏരിയ എത്രയാണോ അതിന് തുല്യമായിരിക്കും. അതായത് ഇപ്പൊ നോക്കുക, എ മുതൽ ബി വരെയുള്ളതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞതെങ്കിൽ ഈ ഒരു എ മുതൽ ബി വരെയുള്ള സെക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ് എ മുതൽ ബി വരെയുള്ള സെക്ഷൻ അല്ലേ? അപ്പൊ ഈ ഒരു റെക്ടാംഗിളിന്റെ ഡിസ്പ്ലേസ്മെന്റും റെക്ടാംഗുലറിന്റെ ഏരിയയും അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന പരപ്പളവും അതുപോലെ തന്നെ സ്ഥാനാന്തരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പൊ നോക്കുക, ഒ മുതൽ എ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. ഒ മുതൽ എ വരെയുള്ള സ്ഥാനാന്തരം. അപ്പൊ ഒ മുതൽ എ വരെ എന്ന് പറയുമ്പോൾ നോക്കുക, ഈ ഗ്രാഫ് ഇതങ്ങ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ അല്ലേ? ഈ ഒരു സെക്ഷന്റെ ഏരിയയും അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഒരു സെക്ഷന്റെ പരപ്പളവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും. അപ്പൊ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫില് സ്ലോപ്പ് കാണിക്കുന്നത് എന്താണ്? ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നുള്ളതിനെയാണ് സ്ലോപ്പ് കാണിക്കുക. ഇനി അതുപോലെ തന്നെ ഏരിയ കാണിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ദാറ്റ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജെക്ട് ഫ്രം പോയിന്റ് എ ടു ബി. ഡു യു എഗ്രി വിത്ത് ദിസ്? എ മുതൽ ബി വരെ അതിന് എന്തില്ല എന്നാ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ അത് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത്? v ഇസ് ഈക്വൽ ടു എസ് ബൈ ടി ആണെന്ന് നമുക്കറിയാം അല്ലെ? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. അല്ലാതെ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇൻറ്റു ഡിവൈഡഡ് ബൈ ടീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്താവും? ഇൻറ്റു ടി. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. ഓക്കെ അല്ലേ?
ഇനി നോക്കാം, ഇവിടെ വെലോസിറ്റി എത്രയാണ്? എ മുതൽ ബി വരെയുള്ള വെലോസിറ്റി എത്ര തന്നെയാണ്? മാറുന്നില്ല, കോൺസ്റ്റന്റ് ആണ്. എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ വി എത്രയായിട്ട് കിട്ടി? വി നമുക്ക് 50 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കിട്ടി. ഓക്കെ, വി എത്ര കിട്ടി? 50 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം എത്രയാണ് നോക്കടാ? 4 സെക്കൻഡ്. എ എന്ന് പറയുമ്പോൾ നാലാമത്തെ സെക്കൻഡ്, ബി എന്ന് പറയുന്നത് 8ാമത്തെ സെക്കൻഡ്. 4ാമത്തെ സെക്കൻഡ് മുതൽ 8ാമത്തെ സെക്കൻഡ് വരെ. അപ്പൊ എത്ര ടൈമാണ്? 4 മുതൽ 8 വരെ എന്ന് പറയുമ്പോൾ 8ൽ നിന്നും 4 കുറച്ചാൽ മതി. എത്രയായിരിക്കും? 4 സെക്കൻഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എത്ര കിട്ടും? S is equal to 50 into 4, 50 into 4 എത്രയാണ്? 200 മീറ്റർ. അപ്പൊ നോക്കാം, എ മുതൽ ബി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 മീറ്റർ ആണ്. 200 മീറ്റർ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? 0 ആണെന്നാ പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവൂല, 0 ആണെന്നാ പറയുന്നത്. ശരിയാണോ? അല്ല, ഇവിടെ എന്ത് ഉണ്ടാകുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അത് എത്രയാണ്? 200 മീറ്റർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസിംഗ് ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം O to A. O മുതൽ A വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണുക, സ്ഥാനാന്തരം കാണുക. ഇതാണ് നമ്മുടെ O മുതൽ A വരെയുള്ള സെക്ഷൻ. O to A. എടാ, ഇതിന്റെ അണ്ടറിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്ത് കണ്ടാ മതി? ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി അതിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടാൽ മതി, പരപ്പളവ് കണ്ടാൽ മതി. അപ്പൊ ഈ സെക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം, A വരെ. അപ്പൊ ഇത് എന്ത് ചെയ്യാ? ക്ലോസ് ചെയ്ത് കൊടുക്കാം. നോക്കാം, ഇതിന്റെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടാല് O മുതൽ A വരെയുള്ള ഡിസ്പ്ലേസ്മെന്റും ആ ട്രയാങ്കിളിന്റെ ഏരിയയും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതാണ് ഏരിയ കാണേണ്ട ഇക്വേഷൻ. എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 0 to 4. അപ്പൊ എത്രയാണ്? 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 0 to 50. എത്രയാ ഹൈറ്റ് വരിക? 50. 50 is equal to half into 50 into 4 എത്രയാണ്? 200. 50 into 4 200. ഓക്കെ, അപ്പൊ 200 ഡിവൈഡ് ബൈ 2 ചെയ്താൽ എത്ര കിട്ടും? 100 മീറ്റർ കിട്ടും. ഈ ഏരിയയും ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആ ഒരു ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയയും അതുപോലെ തന്നെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും? സ്ഥാനാന്തരവും പരപ്പളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഏത് ഗ്രാഫില്? വെലോസിറ്റി ടൈം ഗ്രാഫില്, പ്രവേഗ സമയ ഗ്രാഫില്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ അറ്റ് റെസ്റ്റ് സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഇഫ് ദ ആക്സലറേഷൻ ഓഫ് ദ കാർ ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 10 സെക്കൻഡ്? ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാം. എ കാർ അറ്റ് റെസ്റ്റ്. അപ്പൊ കാർ ആദ്യം ഏത് അവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്, റെസ്റ്റിലാണ്. അപ്പൊ ആദ്യം കാറിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? ആദ്യ പ്രവേഗം u എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കാം, ഇഫ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ അഥവാ ത്വരണം തന്നിട്ടുണ്ട്. എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. A is equal to 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 10 സെക്കൻഡ്? 10 സെക്കൻഡിന് ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റി ആണ് കാണേണ്ടത്. അപ്പൊ ടൈം എത്രയാണെന്നും കൂടെ തന്നിട്ടുണ്ട്, 10 സെക്കൻഡ് ആണെന്നും കൂടെ തന്നിട്ടുണ്ട്. സമയം t is equal to 10 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി, ആദ്യം എത്രയായിരുന്നു വെലോസിറ്റി? 0 ആയിരുന്നു. ആക്സിലറേഷൻ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ 10 സെക്കൻഡിന് ശേഷം ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയായിരിക്കും? അതാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി v. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? v is equal to u plus at. എടുത്തൂടെ? ഇനി u എന്താണ്? 0 ആണ്. a എന്താണ്? 4 ആണ്. ഇൻറ്റു ടൈം എത്രയാണ്? 10 ആണ്. 0 പ്ലസ് 4 ഇൻറ്റു 10 എത്രയാണ്? 40, which is equal to 40 മീറ്റർ പെർ സെക്കൻഡ്. 40 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3 different graphs related to the motion of a vehicle are given below. Analyze the graph and find the characteristics of the motion. ഇവിടെ 3 ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇവിടുത്തെ ചലനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അതിന്റെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. നോക്കാം, 3 എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ, ഒരു പ്രവേഗ സമയ ഗ്രാഫില് ഈ ഒരു സ്ലോപ്പ് കാണിക്കുന്നത് എന്തിനാണ്? ആക്സിലറേഷനെയാണ്. ആ ഒരു ചെരിവ് കാണിക്കുന്നത് ആക്സിലറേഷനെയാണ്. ഗ്രാഫ് കാണിക്കുന്നത് എന്താണ്? ആക്സിലറേഷൻ അഥവാ ത്വരണത്തിനെയാണെന്ന് പറഞ്ഞു.
അപ്പൊ ഇവിടെ നോക്കുക, ഇതെന്താണ്? ആക്സിലറേഷൻ എന്തായിരിക്കും? യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ? യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. ഒരേ ടൈം ഇന്റർവെൽ ഒരേപോലെ ഇങ്ങനെ ഒരേ റേറ്റിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. യൂണിഫോം ആക്സിലറേഷൻ എന്ന് എഴുതുന്നു കേട്ടോ. യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. ഇനി ഇവിടെ നോക്കുക രണ്ടാമത്തെ. എടാ 0 സെക്കൻഡിൽ ആദ്യം തുടങ്ങുമ്പോൾ വെലോസിറ്റി ഇത്ര ഉണ്ടായിരുന്നു. പിന്നെ വെലോസിറ്റി കുറഞ്ഞു 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 കുറഞ്ഞ് 0 ആയിട്ട് മാറി. അപ്പൊ വെലോസിറ്റി കുറയുക ചെയ്യുന്നത്. വെലോസിറ്റി കുറയുമ്പോൾ അത് എന്തായിരിക്കും? ആക്സിലറേഷൻ ആണോ? വെലോസിറ്റി കുറയുന്ന സമയത്ത് അത് എന്തായിരിക്കും? റിട്ടാർഡേഷൻ ആയിരിക്കും, മന്ദീകരണമായിരിക്കും. ഇവിടെ നോക്കുക, വെലോസിറ്റി ഫസ്റ്റ് ഇനീഷ്യൽ പൊസിഷനിൽ വെലോസിറ്റി കൂടുതലാണ്. പിന്നെ നോക്ക് സമയം കൂടുന്തോറും വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെ വെലോസിറ്റി കുറയുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? റിട്ടാർഡേഷൻ ആയിരിക്കും. ഇവിടെ വെലോസിറ്റി കൂടുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. അപ്പൊ ഇതെന്താണ് കാണിക്കുക? ഈ ഗ്രാഫ് കാണിക്കുന്നത് റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കുക, ആക്സിലറേഷൻ തന്നെയാണ്, പക്ഷെ അതെന്താണ്? യൂണിഫോം ആണോ? അല്ല, നോൺ യൂണിഫോം ആക്സിലേഷൻ അല്ലേ. ഇടയ്ക്ക് കൂടുന്നുണ്ട് കുറയുന്നുണ്ട് കൂടുന്നുണ്ട്, ആക്സിലേഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഈ 3 ഗ്രാഫ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നോൺ യൂണിഫോം ആക്സിലേഷൻ, യൂണിഫോം ആക്സിലേഷൻ, റിട്ടാർഡേഷൻ, നോൺ യൂണിഫോം ആക്സിലേഷൻ. ഗ്രാഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. ഐഡന്റിഫൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു സെക്ഷൻ ആണ് അല്ലേ. ഈ 3 ഓരോന്നും ഏത് ടൈപ്പാന്ന് ഐഡന്റിഫൈ ചെയ്യുക, കണ്ടുപിടിക്കുക. ഇതെന്താണ്? ഒരു റെഡിൽ ഇങ്ങനെ സർക്കിൾ ആണെങ്കിൽ അത് ഏത് സൈൻ ആണ്? മാൻഡേറ്ററി സൈൻ ആണ്. അത് നിർബന്ധമായും പാലിക്കേണ്ടവ. നിർബന്ധമായും പാലിക്കേണ്ടവയാണ് നമ്മൾ എന്തെന്ന് ഈ ഒരു റെഡ് സർക്കിളിൽ കാണിക്കും. ഇപ്പൊ നോ പാർക്കിംഗ് എന്നൊക്കെ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും അല്ലെ. നിർബന്ധമായും പാലിക്കേണ്ടവ. ഇനി നോക്കി, ഈ റെഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അത് എന്താണ്? കോഷണറി സൈൻ ആണ്. കോഷണറി സൈൻ മുന്നറിയിപ്പ് തരുന്നത്. ഓക്കെ, ഒരു ജാഗ്രത, ഒരു മുന്നറിയിപ്പ് തരുന്നതിനാണ് നമ്മൾ കോഷണറി സൈൻ. ഇങ്ങനെ ട്രയാങ്കിൾ. ഇനി നോക്കുക, ഈ ബ്ലൂ സ്ക്വയർ ആണെങ്കിൽ എന്താ? ഇൻഫോർമേറ്ററി. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇൻഫോർമേറ്ററി. ഓക്കെ, എന്തെങ്കിലും വിവരങ്ങൾ തരുന്നത്, അതിനാണ് ഇൻഫോർമേറ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈൻ എന്ത് ചെയ്യാം? 3ഉം പഠിച്ചു വെക്കുക. ഇതും സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 60 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വെടിയുണ്ട ഒരു തടിക്കട്ടയിലേക്ക് 2 സെന്റിമീറ്റർ ദൂരം തുളച്ചു കയറിയ ശേഷം നിശ്ചലമാകുന്നു. അതിന്റെ ത്വരണം എന്തായിരിക്കും? ഇത് കഴിഞ്ഞ എക്സാമിന് മറ്റു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ ഗോസ് ahead with a velocity 60 meter per second and start penetrating a tree. It comes to rest on penetrating 2 centimeter. Find the acceleration of the bullet within the tree. ഒന്നുമില്ല, ആദ്യം എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കിട്ടും. എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ ഗോസ് ahead with a velocity 60 meter per second. അപ്പൊ അത് പോകുന്ന വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 60 meter per second. ആദ്യ പ്രവേഗം 60 meter per second. It start penetrating a tree and comes to rest. നിശ്ചലമായി എന്ന് പറയുന്നുണ്ട്, റെസ്റ്റിലേക്ക് എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ റെസ്റ്റിലേക്ക് എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ v ഇവിടെ എന്തായിരിക്കും? 0 meter per second ആയിരിക്കും. ഓക്കെ അല്ലേ? ഓൺ പെനിട്രേറ്റിംഗ് 2 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ തുളച്ച് കയറിയതിനു ശേഷമാണ് എന്ത് ചെയ്ത്? നിശ്ചലമായത്. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? s is equal to 2 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? s is equal to 2 സെന്റിമീറ്റർ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ആക്സിലറേഷൻ. a കണ്ടുപിടിക്കണം. അതിന് മുന്നേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എസ് തന്നിട്ടുള്ളത് ഏതിലാണ്? സെന്റിമീറ്ററിലാണ്. ബാക്കി നോക്ക്, ഇത് മീറ്റർ പെർ സെക്കൻഡ്, ഇത് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ സെന്റിമീറ്റർ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. എത്ര കിട്ടും? 0.02 മീറ്റർ. ഇനി ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? വി ഉണ്ട്, യു ഉണ്ട്, എസ് ഉണ്ട്, എ ഉണ്ട്. അപ്പൊ ഏതാണ് ഇക്വേഷൻ? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷന്റെ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാം. പ്ലസ് യു സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഇതേപോലെ ചെയ്തു. പ്ലസ് യു സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്താകും? മൈനസ് യു സ്ക്വയർ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. എനെ അവിടെ വെക്കുക, 2sനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇൻറ്റു 2s ഇങ്ങോട്ടേക്ക് കൊണ്ടാൽ എന്താവും? ഡിവൈഡഡ് ബൈ 2s. a is equal to v square minus u square divided by 2s. ഓക്കെ അല്ലേ? ഇനി ഇത് ചെയ്തൂടെ? v സ്ക്വയർ എത്രയാണ്? v എന്ന് പറഞ്ഞാൽ 60 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 60 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ഓക്കെ, v square is equal to u square plus 2as. ഓക്കെ, 60 സ്ക്വയർ
അല്ലല്ല, v എത്രയാണ്? v 0 ആണ്, u എന്ന് പറഞ്ഞാലാണ് 60 അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? v സ്ക്വയർ മൈനസ് യു സ്ക്വയർ. അപ്പൊ v എത്രയാണ്? 0 ആണ്. 0 സ്ക്വയർ മൈനസ് u എത്രയാണ്? 60 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s. s എത്രയാന്ന് കിട്ടി? 0.02 അല്ലെ? 0.02 മീറ്റർ ആന്ന് കിട്ടി. ഇനി ഇത് ചെയ്യാം. 0 സ്ക്വയർ എത്ര തന്നെയാണ്? 0 ആണ്. മൈനസ് 60 സ്ക്വയർ, മൈനസ് 60 സ്ക്വയർ ചെയ്താൽ എത്ര കിട്ടും? മൈനസ് 3600. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.02 എത്രയായിരിക്കും? 0.04. ഓക്കെ, 0.04. ഇനി ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡെസിമൽ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ മേളിലും എന്ത് ചെയ്യണം? അതേ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, മേളിലും അതേ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താകും? മൈനസ് ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇത് ചെയ്യാം. 36 ഡിവൈഡ് ബൈ 4 ചെയ്താൽ എത്ര കിട്ടും? 36 ഡിവൈഡഡ് ബൈ 4 നമുക്കറിയാം 9 ആണെന്ന് അറിയാം അല്ലെ? മൈനസ് 9. പിന്നെ ഈ 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ യൂണിറ്റ് എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. യൂണിറ്റ് മാറ്റുന്ന കാര്യം ശ്രദ്ധിക്കുക. എസ് നമുക്ക് എന്തിലാ തന്നിട്ടുള്ളത്? സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ആൻസറിൽ എന്ത് കിട്ടി? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആൻസർ കിട്ടി. ഇവിടെ നോക്കുക, എ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് ആൻസർ ലാസ്റ്റ് കിട്ടിയത്? എ ഇസ് ഈക്വൽ ടു മൈനസ് ആണല്ലേ? മൈനസ് വാല്യൂ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവിടെ റിട്ടാർഡേഷൻ ആണല്ലേ? കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് അവസാനം സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ എന്താണ്? റിട്ടാർഡേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആ മൈനസ് ഉള്ളത്. ഇനിയിപ്പോ നിങ്ങളോട് ഇതേ ക്വസ്റ്റിന്റെ ബി ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ അല്ലേ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിട്ടാർഡേഷൻ എന്താന്ന് ചോദിച്ചു, മന്ദീകരണം എന്താന്ന് ചോദിച്ചു. എന്ത് ചെയ്യും? ഇതേ ആൻസർ തന്നെയാണ്, പക്ഷെ നമ്മൾ എന്ത് ഇടേണ്ട ആവശ്യമില്ല? മൈനസ് വാല്യൂ ഇടേണ്ട ആവശ്യമില്ല. റിട്ടാർഡേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതേണ്ട ആവശ്യമില്ല? മൈനസ് വാല്യൂ ഇടേണ്ട ആവശ്യമില്ല. വാല്യൂ മാത്രം അങ്ങ് എഴുതിയാൽ മതി. ആക്സിലറേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ഇടേണ്ട ആവശ്യമുള്ളൂ? മൈനസ് ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് ആയിട്ട് ആ 3 ഇക്വേഷൻ അത് പഠിക്കാണ്ട് നമ്മൾ എക്സാമിന് പോയിട്ട് കാര്യമേ ഇല്ല. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂല. 3 ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഏതൊക്കെയാണെന്ന്. അതുപോലെ തന്നെ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫ് ഉണ്ട്. അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.